കിംസ് എത്രത്തോളം ഈ യങ് ജനറേഷൻ ഓഫ് ഡോക്ടേഴ്സിൽ, അവരുടെ പുതിയ തലമുറകളിൽ ഈ മെഡിക്കൽ എത്തിക്സ്, വൈദ്യശുശ്രൂഷ രംഗത്തിൻ്റെ ധർമ്മനീതികളെക്കുറിച്ച് അവരെ പ്രബുദ്ധരാക്കാൻ, ബോധവാന്മാരാക്കാൻ പ്രത്യേകമായ എന്തെങ്കിലും ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്, പ്രത്യേക ശ്രമങ്ങളുണ്ടോ ഡോക്ടർ? ഡെഫിനറ്റായിട്ട് അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അത് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ്. മെഡിക്കൽ എത്തിക്സ് ഇല്ലാതെ ഒരാശുപത്രി നടത്തിയിട്ട് കാര്യം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സും. ആദ്യം മുതലേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആദ്യം മുതലേ കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി, ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസിയോടുകൂടിയാണ് തുടങ്ങി. അവിടെ ആരും ഒരു ബ്ലാക്ക് മണി ഇല്ല, ഒരു വേറെ വിധത്തിലല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇറ്റ് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ്. എല്ലാവരുടെയും ശമ്പളം, ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരുടെയും ശമ്പളം നേരെ ബാങ്ക് ട്രാൻസ്ഫറാണ്, ചെക്ക് പോലുമല്ല. എനിക്ക് ചെക്ക് പോലും സൈൻ ചെയ്യേണ്ട കാര്യമില്ല, അത് ബാങ്ക് ട്രാൻസ്ഫറാണ്. എല്ലാ നഴ്സസിൻ്റെയും ബാങ്ക് ട്രാൻസ്ഫറാണ്. അവരുടെ ഒരു ഡിമാൻഡ് അതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു ഡോക്ടർക്കും കിംസിൽ വീട്ടിൽ പോയി കാണേണ്ട കാര്യമില്ല. എല്ലാ എക്സ്പെൻസസും അവിടെ ആശുപത്രിയിൽ തന്നെയാണ്. അപ്പോൾ കിംസിലെ എക്സ്പെൻസസ് ചിലപ്പോൾ കൂടുതലാണെന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു ബില്ലേ ഉള്ളൂ അവിടെ. ഫുഡിൻ്റെ ബില്ല് എല്ലാം കൂടെ, മരുന്നിൻ്റെ ബില്ല് എല്ലാം കൂടെ, ആരും ഒന്നും പോയി പ്രത്യേകമായിട്ട് വാങ്ങേണ്ട കാര്യമില്ല. ഒരു ഡോക്ടർമാരെയും വീട്ടിൽ പോയി കാണാൻ പാടില്ല എന്നുള്ളതാണ്. ആർക്കും ഒരു ടിപ്പും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ, മെഡിക്കൽ എത്തിക്സിൽ യാതൊരു വിധത്തിലുള്ള കമ്മീഷനും ഒരു ഡോക്ടർമാർക്കും കൊടുക്കാറില്ല. അവിടെ ജോയിൻ ചെയ്യുന്നത് തന്നെ ആ കണ്ടീഷനിലാണ്. ഒരു പേഷ്യൻറ്റിന് ഒരു ദോഷം ഡോക്ടർ വഴി വരികയാണെങ്കിൽ അവരുടെ ആ എക്സ്പെൻസസ് വരെ കംപ്ലീറ്റ് ആയിട്ട് ഹോസ്പിറ്റൽ എടുക്കും. അതായത് ആ ദോഷം കൊണ്ട്, ഡോക്ടറുടെ ഒരു കൈപ്പിഴവ് കൊണ്ട് ഒരു പേഷ്യൻറ്റിന് ഒരു പ്രശ്നം വന്നാൽ അന്ന് മുതൽ അതുവരെ അവരെ സുഖമാക്കി അയക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് എക്സ്പെൻസസ് ഹോസ്പിറ്റൽ തന്നെ എടുക്കും. അത് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ എടുക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയാൽ ഓപ്പൺ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞ ഒരിതുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ റിലേറ്റീവ്സ് എല്ലാം വെളിയിൽ നിൽക്കുക. അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് അവിടുത്തെയുള്ള ഡോക്ടർമാർക്കും നഴ്സസിനും ദൈവത്തിനും മാത്രമേ അറിയാവൂ. അവിടെ വെച്ച് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ അത് വന്ന് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയേണ്ടത് എല്ലാ ഡോക്ടർമാരുടെയും ചുമതലയാണ്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്, വിഷമിക്കേണ്ട എന്ന് പറയാൻ. അപ്പോൾ പേഷ്യൻ്റ് സേഫ്റ്റി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ വളരെ എത്തിക്കലി ബേസ്ഡ് പ്രാക്ടീസാണ് എൻറ്റയർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. ഇത് തന്നെ അവർക്കൊരു എക്സാമ്പിളാണ്. ഇതിൽ നിന്ന് വ്യതിചലിക്കാനായിട്ട് അവിടുത്തെ ഡിസിപ്ലിൻ ഒരു ഡോക്ടറെയും അനുവദിക്കില്ല. ചില ഡോക്ടർമാർ ഏറ്റവും അപകടകരമായ, മനസ്സിൽ പെട്ടെന്ന് ഷോക്കുണ്ടാക്കുന്ന രീതിയിൽ പോയാൽ, അങ്ങനെ ആയാൽ പോലും രോഗികളോട് പറയും വളരെ വളരെ ക്രിറ്റിക്കലാണ്, ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുകയില്ല, നമുക്കൊന്ന് നോക്കാം എന്ന് പറയുന്ന അപൂർവം ചില ഡോക്ടർമാരെങ്കിലും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു വിവരവും പ്രത്യേകിച്ച് അതിപ്പോൾ അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, അതൊക്കെ ഭേദമായിക്കൊള്ളും, അത് ചികിത്സയുടെ ക്രമം അനുസരിച്ച് അപ്പോൾ ആവും, അതൊന്ന് മുൻകൂട്ടി പറയുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഡോക്ടർമാരുമുണ്ട്. ഇതിൽ ഏതാണ് ശരി? എങ്ങനെയാണ് ഇതൊന്ന് സന്തുലിതപ്പെടുത്തുക, ബാലൻസ് ചെയ്യുക? ആക്ച്വലി മോഡറേഷൻ ഈസ് ദ ബെസ്റ്റ് പോളിസി. എല്ലാ കാര്യത്തിലും എല്ലാ പ്രോഫറ്റ്സും പറഞ്ഞിട്ടുള്ളതാണ് മോഡറേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു നടുക്കാണ് ഈ സ്പെക്ട്രത്തിൻ്റെ, അങ്ങേ അറ്റത്തെ സ്പെക്ട്രവും ഇങ്ങേ അറ്റത്തെ സ്പെക്ട്രവും മിസ്റ്റർ മോഹൻ ഡിസ്ക്രൈബ് ചെയ്തല്ലോ. അതായത് വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടൊരു പേഷ്യൻ്റ് എടുത്ത് നിങ്ങൾക്ക് ക്യാൻസറുണ്ട്, 6 മാസമേ ഉള്ളൂ, പക്ഷേ എന്നാലും ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുന്നതും, അതല്ല നിങ്ങൾക്ക് അസുഖമുണ്ട് അത് ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന് മാത്രം പറയുകയും യാതൊരു വിധത്തിലുള്ള വിവരങ്ങൾ കൊടുക്കാതിരിക്കുന്നത് രണ്ടും തെറ്റാണ്. ഇതിൻ്റെ ഒരു നടുക്കുള്ള ഒരു ബാലൻസാണ് നമുക്ക് ആവശ്യം. ഇത് ഒരു ആർട്ടാണ് ആക്ച്വലി. ഈ എല്ലാ ഡോക്ടർമാരും എപ്പോഴും അത് കറക്റ്റായിട്ട് ചെയ്യുന്നു ഒന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. ഇത് ഈ കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പോലെയും അല്ലെങ്കിൽ TV പോലെയും എല്ലാം പോലെയും ഇതൊരു വളരെ ആർട്ടാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ ഫാമിലിയുമായിട്ടിരുന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇതെല്ലാമാണ് ചെയ്യാൻ പറ്റുക, ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റും,
നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പോവുക, അതല്ലെങ്കിൽ ഞങ്ങളിതെല്ലാം ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ സമ്മതത്തോടു കൂടി. എന്നിട്ട് അങ്ങനെ ആണ് ചെയ്യാനാണ് അവിടുത്തെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ കിംസിൽ. ചിലപ്പോൾ ഈ പേഷ്യൻ്റെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് പറയരുതെന്ന് റിലേറ്റീവ്സ് പറയും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ പേഷ്യൻ്റെ അടുത്ത് ആ കംപ്ലീറ്റ് ആയിട്ട്, ഒരാളിനൊരു ക്യാൻസർ ഉണ്ടെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സാധാരണ ഒരു പേഷ്യൻ്റെ അടുത്ത് അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് വളരെ ഒരു മൈൽഡായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനുള്ള വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. കാര്യം വെച്ചാൽ എല്ലാവർക്കും ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്, അത് ആ പേഷ്യൻറ്റിനുമുണ്ട്. ആ പേഷ്യൻറ്റിന് യാസ് എ റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പോൾ അത് സത്യമല്ലാതെ കള്ളം പറയാൻ പാടില്ല. പക്ഷേ മൈൽഡായിട്ട് പറയുക, എന്നിട്ട് വേണ്ടത് ചെയ്യുക, അങ്ങനെയുള്ളൊരു പോളിസിയാണ്. ഒരു ദിവസം മാത്രം പ്രായമായ കുഞ്ഞിൻ്റെ ആയുസ്സും 100 വയസ്സ് പിന്നിട്ട ഒരു വയോവൃദ്ധൻ്റെ ആയുസ്സും നിലനിർത്താനുള്ള ജീവന് വേണ്ടിയുള്ള കഠിനമായ യത്നമാണ് അങ്ങുൾപ്പെടെയുള്ളവർ ആശുപത്രികളിൽ നടത്തുന്നത്. കിംസിനെ പോലെയുള്ള ആശുപത്രികളിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ചികിത്സയ്ക്കെത്തുന്നു. നിരവധി ആളുകൾ സന്ദർശിക്കാൻ വരുന്നു. എപ്പോഴും അവിടെ ഒരു ഫോക്കസുണ്ട്. മരണത്തോട് എങ്ങനെയാണ് ഡോക്ടർമാരുടെ പ്രതികരണം? ഈ ദീർഘകാല സർവീസിനിടയിൽ അയ്യോ അയാളെ ഇന്ന വ്യക്തിയെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്ന് ഹൃദയത്തിൽ നോവോടുകൂടി ആലോചിക്കേണ്ടി വന്ന, ദുഃഖിക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വളരെ വളരെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഡോക്ടറുടെ മനസ്ഥിതി പലപ്പോഴും പേഷ്യൻസിനോ അവരുടെ റിലേറ്റീവ്സിനോ മനസ്സിലായില്ല. പക്ഷേ ഡോക്ടർമാർ അത് വളരെ എക്സ്പ്രസ് ചെയ്യാറില്ല. കാര്യം വെച്ചാൽ ഓരോ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവിൻ്റെ കൂടെയും ഇരുന്ന് ആ വിഷമം പറയുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി കരഞ്ഞു തുടങ്ങുകയോ ചെയ്താൽ ഡോക്ടർമാർക്ക് പിന്നെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പല ഡോക്ടേഴ്സിനും കമ്പൽസറി ആയിട്ട് എനിക്ക് ഓഫ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം വെച്ചാൽ ചില പേഷ്യൻസിനെ സേവ് ചെയ്യാം, ഇതുവേണ്ടി എല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ സാറ് വിഷമിക്കേണ്ട, ഈ പേഷ്യൻറ്റ് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞതിന് ശേഷം നിർഭാഗ്യവശാൽ പേഷ്യൻ്റ് മരിക്കുകയാണെങ്കിൽ അതിൻ്റെ വിധത്തിലുള്ള അവരുടെ ഒരു ആഘാതം ഉണ്ടായിട്ടുള്ള പല ഡോക്ടർമാർക്കും ഞാൻ പറഞ്ഞു ലീവ് എടുക്കുക, ലീവ് എടുത്ത് 2 ദിവസം വരാതിരിക്കുക, അതിനുശേഷം വരിക. അങ്ങനെ എനിക്ക് മാത്രമല്ല പല ഡോക്ടർമാർക്കും അത് ഒരു അനുഭവമാണ്. പക്ഷേ മരണം എത്രയും ഒരുപാട് കാണുകയും പല ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിൽ നിന്ന് ആളുകളെ കൺസോൾ ചെയ്ത് ഞങ്ങളുടെ ജോലി ആയതുകൊണ്ടും അത് കുറച്ച് കഴിയുമ്പോൾ യൂസ്ഡ് ആവും. പക്ഷേ എന്നാലും പല സമയങ്ങളിലും ഇത് വളരെ വേദന ഉള്ള ഒരു കാര്യമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് പബ്ലിക് ഹെൽത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമാണ്. അത് ഏത് ടൗണിലായാലും ഇന്നൊരു പ്രശ്നമാണ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക.